എപ്പോഴും നമുക്ക് ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഇന്ത്യനെ പറ്റിയിട്ടാണ്, ഇന്ത്യൻ ഫുട്ബോൾ. പക്ഷെ ഇന്ത്യൻ ഫുട്ബോളിൽ ഇപ്പോഴത്തെ അവസ്ഥ ആലോചിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സങ്കടമാണ്. കാരണം ഇന്ത്യയിലെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ പറഞ്ഞാൽ ഇപ്പൊ അവസാനമായിട്ട് വന്ന വിവരം എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ AFC കപ്പിൽ നിന്ന് എന്താണ് പറയുക, ഇന്ത്യ പുറത്തായി. അതായത് ഗ്രൂപ്പ് സ്റ്റേജിൽ നിന്ന് തന്നെ ഇന്ത്യ പുറത്തായി. 3 മത്സരങ്ങളിൽ ഇന്ത്യ എന്താണ് ഒരു ഗോൾ പോലും സ്കോർ ചെയ്യാണ്ട്, ഒരു പോയിന്റ് പോലും നേടാണ്ട്, ഒരു കളി പോലും വിജയിക്കാണ്ട് ഇന്ത്യ 102 സ്ഥാനത്തുണ്ടായിരുന്ന ഇന്ത്യ 117 സ്ഥാനത്തേക്ക് കൂപ്പുത്തി. അത് വലിയൊരു എന്താ പറയാ ഡിസപ്പോയിന്റ്മെന്റ് ആണ്. 102 സ്ഥാനത്തേക്ക് 117 സ്ഥാനത്തേക്ക്. അതായത് 2017 ശേഷം ഇത്രയും മോശം റാങ്കിങ്ങിലേക്ക് ഇന്ത്യ എത്തിയിട്ട് പോലുമില്ല. അത്രയും വലിയൊരു മോശം സ്റ്റാറ്റ്സ് ആണത്. എന്നാലോചിക്കുന്നു, 0 പോയിന്റ്സ്, 0 ഗോൾസ്, 0 വിൻസ്, 3 0. ഇത്രയും മോശമായിട്ടുള്ള പ്രകടനമാണ്. അപ്പൊ എനിക്കെന്താ തോന്നുന്നത്, ഇത് പ്ലേയേഴ്സിന്റെ പ്രശ്നമാണോ അല്ല കോച്ചിന്റെ പ്രശ്നമാണോ? പ്ലേയേഴ്സിന് പലർക്കും പരിക്കാന്നാണ് പറയണത്. പിന്നെ ഈ ഒരു കാര്യം നമുക്ക് ഇന്ത്യ ഇപ്പോ എന്താണ് വേൾഡ് ഫുട്ബോളിൽ ഏതെങ്കിലും ഒരു പൊസിഷനിൽ എത്തണം എന്നുണ്ടെങ്കിൽ അതിന്റെ ഇൻഫ്രാസ്ട്രക്ചർ ഇവിടെ വരണം. ഇന്ത്യയിൽ ഇനി അക്കാഡമികൾ വരണം. ഇന്ത്യയിൽ ഇനിയും എന്താണ് ഫുട്ബോളിന് ഒരുപാട് സപ്പോർട്ട് വരണം. പിന്നെന്തായാലും ഇതൊക്കെ നടക്കുള്ളൂ. മറ്റു ക്ലബ്ബുകൾ ഇപ്പൊ നമ്മളെക്കാളും ജനസംഖ്യയിൽ ഏറ്റവും കുറവുള്ള ഐസ്ലൻഡ് പോലും 2014 വേൾഡ് കപ്പ് കളിച്ച ടീമുകളാണ്. അപ്പോൾ ജനസംഖ്യയുടെ അല്ല, ഇവിടെ മെച്ചപ്പെട്ട സജ്ജീകരണം ഉണ്ടാവണം, എന്നാലേ ഇന്ത്യ എവിടെയെങ്കിലൊക്കെ എത്തുള്ളൂ. ക്രിക്കറ്റിനെ അവർ ഒരുപാട് വാഴ്ത്തുണ്ട്. ഇന്ത്യയിൽ ക്രിക്കറ്റാണ് പ്രധാനം. ക്രിക്കറ്റിന് കൊടുക്കുന്ന പകുതി സപ്പോർട്ട് പോലും ഫുട്ബോളിന് ഇന്ത്യയിലില്ല എന്നുള്ളത് വാസ്തവമാണ്. പിന്നെ ഈ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല കളിക്കാരും പരിക്കിന്റെ പിടിയിലാണ് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. എന്നിരുന്നാലും ഫുട്ബോളിന് സപ്പോർട്ടില്ല ഇന്ത്യയിൽ വേണ്ട രീതിയിൽ എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഫുട്ബോളിന് ഇനിയും സപ്പോർട്ട് വരണം. കാരണം ഇന്ത്യയിൽ ഒരുപാട് പ്രതിഭകളുണ്ട് ഫുട്ബോളിന് കഴിവുള്ള ഒരുപാട് പ്ലേയേഴ്സ് ഇന്ത്യയിൽ, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ മലപ്പുറത്ത്, എന്റെ വീടിന്റെ ഒക്കെ അപ്പുറത്ത് ഇഷ്ടം പോലെ ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ വാർത്തെടുത്തിട്ട് ഇന്ത്യൻ ഫുട്ബോൾ വളരണം. അതിന് മാനേജ്മെന്റ് കൂടി വിചാരിക്കണം. അതെ, അതന്നെ. പിന്നെ കുറെ ആൾക്കാർ പറയണ കേട്ട് ഇത് കോച്ചിന്റെ പ്രശ്നമാണ്, കോച്ചിനെ മാറ്റണം എന്നൊക്കെ പറയണ കേട്ട്. അതിന്റെ ഒപ്പം തന്നെ വന്നൊരു റൂമർ ആയിരുന്നു, എന്താണ് പറയാ, ഈ നമ്മളെ ആര് ഹൊസെ മൊറീനിയോ എന്താണ് പറയാ ഇന്ത്യൻ ടീമിന്റെ കോച്ചാണോ എന്റെ റൂമർ, ഒരു വലിയ ഇതൊന്നും ഇല്ലാത്തൊരു റൂമർ വന്നിരുന്നു. പക്ഷെ അതിനോട് ചേർത്ത് വായിക്കേണ്ട ഒരു ഫാക്ട് എന്ന് പറഞ്ഞാല്, ഇപ്പൊ അങ്ങനെ ഹൊസെ മൊറീനിയോ ഇപ്പൊ ഇന്ത്യന്റെ കോച്ചായി വന്നു തന്നെ വിചാരിച്ചോ. അപ്പൊ ഇങ്ങനെ ഇന്ത്യൻ ടീമിന്റെ ഇപ്പോഴത്തെ അവസ്ഥ പറഞ്ഞതാണ്, ഏഷ്യൻ കപ്പിനുള്ള ഇന്ത്യൻ ടീമിനെ തെരഞ്ഞെടുത്തത് പറഞ്ഞാല് ജോൽസിന്റെ നിർദ്ദേശപ്രകാരം എന്നാണ്. അതായത് 2 മാസത്തെ ഉപദേശത്തിന് ജോൽസൻ കൈപ്പറ്റിയത് 15 ലക്ഷം. 15 ലക്ഷം 2 മാസ കാലയളവിൽ ജോൽസന് കൊടുത്തിട്ട് ഇവര് ഒരു ടീമിനെ സെലക്ട് ചെയ്ത് അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ഇതാണ് എന്താണ് ഈ ഇന്ത്യയുടെ അവസ്ഥ. അതായത് റിലീജിയനും സ്പോർട്സും രണ്ടും കൂടി ഒന്നിപ്പിച്ചിരിക്കുകയാണ് ഇവര്. അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ എങ്ങനെയാണ് ഈ ഒരു ടീം വലുതാവുക? അതായത് ഇവര് ഒരിക്കലും ഇപ്പൊ ഈ നേരത്തെ മലപ്പുറം കാക്ക പറഞ്ഞ പോലെ ഇവരൊരിക്കലും ഇൻഫ്രാസ്ട്രക്ചറിലോ അല്ലെങ്കിൽ അക്കാഡമിനെ വളർത്താനോ അല്ല നോക്കുന്നത്. ഇവര് കൂടുതൽ പൈസ കൂടുതൽ ജോത്സ്യന്മാർക്ക് കൊടുക്കണ്. ഈ ജോത്സ്യന്മാർ പറഞ്ഞ അനുസരിച്ച് പ്ലേയേഴ്സിന് എടുത്ത് കഴിഞ്ഞാൽ ടീം ജയിക്കുന്ന വിചാരിച്ചിട്ടുള്ളത്. ഒരു 0 പോയിന്റ് 0 ഗോള് 0 ജയം. ഒരു പോയിന്റ് പോലും എടുക്കാണ്ട് 102 സ്ഥാനത്തുള്ള ഒരു ടീം 117 സ്ഥാനത്ത് കൂപ്പുത്തി. ഇങ്ങനെ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ടീമാണ്. ഇങ്ങനെ ഒരു ടീമിലേക്ക് ഹൊസെ മൊറീനിയോ അല്ല, ഇനി സാക്ഷാ അലക്സ് ഫെർഗൂസൻ വന്ന പോലും കാര്യം ഉണ്ടാവില്ല. ഒരു മാനേജർ ഒന്നും കാര്യം ഉണ്ടാവില്ല. കാരണം എന്താണ്, കാരണം മാനേജറിന് ഒരു ഇതില്ല. ഇപ്പൊ മാനേജർ പറയുന്ന ഒരു പ്ലെയറെ സെലക്ട് ചെയ്യണം എന്ന് പറയുമ്പോൾ ജോൽസി വന്നിട്ട് പറയും ഇല്ല പറ്റില്ല, കാരണം ആ പ്ലെയറിന്റെ എന്താണ് അതില്ല എന്ന് പറഞ്ഞാൽ ആ പ്ലെയറിനെ എടുക്കാൻ സമ്മതിക്കൂല. അങ്ങനെ ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ് ഇന്ത്യൻ ടീമിന്റെ ഇതൊരു വലിയൊരു അവസ്ഥയാണ്, വലിയൊരു പരിതാപകരമായ അവസ്ഥയാണ്. അത് ശരിയാണ്. ഇപ്പൊ പണ്ട് ആഫ്രിക്കൻ നേഷൻസിലൊക്കെ ഒരുപാട് ഗോത്രവർഗക്കാര് ഇതേപോലുള്ള സ്വാമികൾ വന്നിട്ട് പോസ്റ്റിന് ഒരു എന്തോ മന്ത്രപ്പൊടി ഇടുക, അതേപോലെ എന്താണ് ഗോള് തലയിൽ ചുംബിക്കുക, അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാല് മന്ത്രവാദം ചെയ്തു കഴിഞ്ഞാല് ഫുട്ബോൾ ജയിക്കുക, കളി ജയിക്കും, അങ്ങനെയുള്ള ഒരു പല വിശ്വാസങ്ങളും ഉണ്ടായിരുന്നു. വേൾഡ് കപ്പിലൊക്കെ അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ഫിഫ അന്നേ ബാൻ ചെയ്തതാണ്. ഇപ്പോ ഇപ്പൊ എന്താണ് പൊളിറ്റിക്സിനെ കുറിച്ച് പറയുമ്പോൾ നമ്മളെല്ലാം പറയണല്ലോ. ഇപ്പൊ ഈ പൊളിറ്റിക്സിന്റെ ഒരു മുഖം, അല്ലെങ്കിൽ ഇപ്പോ രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റ് അവർ ചെയ്യുന്ന കാര്യങ്ങളാണ് അതൊക്കെ. ജോൾസിനെ കൊണ്ടുവന്നുകൊണ്ടൊന്നും ഫുട്ബോൾ കളി ജയിക്കാൻ പോണില്ല. അതിന് കളിച്ച് തന്നെ ജയിക്കണം. ജോൾസിന് ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കൊന്നുമില്ലല്ലോ. എന്നിട്ട് വേറെ പ്രവചനം സത്യമുണ്ടോ? അതുമില്ല. അതിപ്പോ
ഹിന്ദു മതം, മുസ്ലിം മതം, ഏത് ക്രിസ്ത്യൻ മതം, ഏത് മതമാണെങ്കിലും പടച്ചോൻ വന്നിട്ട് കളി ജയിപ്പിക്കില്ല. കളി ജയിക്കണമെങ്കിൽ കളിച്ചിട്ട് തന്നെ ജയിക്കണം. അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യും. അതാണ് ചെയ്യേണ്ടത്. താൻ പാതി ദൈവം പാതി എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇതിപ്പോ ദൈവത്തിന് 100% കൊടുത്തു കഴിഞ്ഞാൽ വല്ലതും നടക്കും. നമ്മളും കൂടി വിചാരിക്കണ്ടേ. ഇങ്ങനത്തെ ഓരോ മരവാഴകളെ, അതായത് ജ്യോത്സ്യന്മാരെ കൊടുത്തിട്ട് പ്രവചിക്കാൻ തുടങ്ങി കഴിഞ്ഞാല് ഇതിനേക്കാളും വലിയ വിഡ്ഢിത്തം പറയും. എന്തായാലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഫുട്ബോളിന്, ഇന്ത്യൻ ഫുട്ബോളിന് ഒരു തരത്തിലുള്ള വളർച്ചയും പ്രതീക്ഷിക്കണ്ട. ഇങ്ങനെ പൊളിറ്റിക്സ് ഫുട്ബോളിനെ വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യൻ ഫുട്ബോളിന്. അതാണ് സത്യാവസ്ഥ. തലപ്പത്തുന്ന ആൾക്കാരൊക്കെ ഫുള്ള് ഈ പൊളിറ്റിക്സിന്റെ വലിയ പൊളിറ്റീഷ്യൻസ്, അല്ലെങ്കിൽ ഇന്ന് രാജ്യം ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ പിന്മുറക്കാരാണ്. അതുവഴി അവര് ഈ AFF കിട്ടുന്ന ഫണ്ട് പോലും കൈയിട്ട് വാരിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ജോൾസിന് 15 ലക്ഷം രൂപ കൊടുത്തിട്ട് പറഞ്ഞെടുത്തിട്ട് ജോൾസ് പ്രവചിക്കാൻ, വിന്നിങ് മാച്ച് ഏതൊക്കെയാണ് പ്രവചിക്കാൻ വേണ്ടി, ജയിക്കുക തോൽക്കുക. ഇതിലും വലിയ വെഡിത്തം വേണില്ല. ഇന്ത്യ ഫുട്ബോള് ഇങ്ങനെ തുടർന്ന് പോവാന്ന് വെച്ചെങ്കിൽ നാശത്തിലേക്കാണ് പോക്ക്. അതെ, അതന്നെ. ഇത് ഈ റിലീജിയനും സ്പോർട്സും കൂടിയിട്ട് ഒന്നായി കഴിഞ്ഞാൽ ഇതാണ് പ്രശ്നം. റിലീജിയസ് ആയിട്ടുള്ള അഫയേഴ്സ് ഒക്കെ സ്പോർട്സിന് പുറത്താണ് വേണ്ടത്. ഇപ്പൊ പ്രാർത്ഥിച്ച് കളിക്കാന്നല്ലാണ്ട് പ്രാർത്ഥനയും കടലിന്റെ ഉള്ളിൽ കുത്തി കയറ്റിയ നടക്കൂല. ഇപ്പൊ കളിച്ചോണ്ടിരിക്കുന്ന നേരത്ത് ഇങ്ങനെ പ്രാർത്ഥിച്ച് എങ്ങനെ ഉണ്ടാവും? ഗോൾ കീപ്പർ അല്ലെങ്കിൽ പെനാൾട്ടി അടിക്കാൻ വരുന്ന പ്ലെയർ പെനാൾട്ടി അടിക്കുകയാണ്. അപ്പൊ ഗോൾ കീപ്പർ ഇരുന്ന് പ്രാർത്ഥിക്കുക, എങ്ങനെ ഉണ്ടാവും? അതിന് സേവ് ചെയ്യണം നോക്കണ്ടേ. പ്രാർത്ഥിച്ച് കഴിഞ്ഞ് സേവ് ചെയ്യാണ് ചെയ്യേണ്ടത്. അങ്ങനെയാണ് ചെയ്യണത്. പ്രാർത്ഥിച്ചോണ്ടിരുന്ന ഗോള് ബാക്കിലേക്ക് ഗോളാവും.